ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 62 ജിൻഡോ ഒരു അൺപ്രഡിക്റ്റബിൾ പ്ലെയർ ആണെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ജാസ്മിൻ ഇനി വല്ലാണ്ട് സപ്പോർട്ട് കൂടാൻ, പ്രേക്ഷകരുടെ സപ്പോർട്ട് കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ രണ്ട് വിഷയങ്ങൾ ഞാൻ എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്, പേഴ്സണലി എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. ജിൻഡോ ആർക്കും പിടിതരാത്തൊരു പ്ലെയർ ആണെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്. ആദ്യത്തെ എപ്പിസോഡ് മുതൽ ഇന്ന് വരെയുള്ള ജിൻഡോൻ്റെ ഗ്രാഫ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തരത്തിൽ പുള്ളി ഡൗൺ ആയിട്ടില്ല. പുള്ളി ഒരേ പോക്കാണ് മേലോട്ട്. അത് ഹൗസിലുള്ള കംപ്ലീറ്റ് ആളുകൾ ഫൈനൽ ഫൈവിലോട്ട് ജിൻഡോയെ മാറ്റി വെച്ചു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. കാരണം എല്ലാവരും ഫൈനൽ ഫൈവ് അല്ലെങ്കിൽ ഒരു ടോപ്പ് 3 ആളുകളെ പറയുമ്പോൾ അതിൽ ജിൻഡോ എന്നുള്ള ഒരു പേര് ഹൗസിലുള്ള ആളുകൾ വരെ പറഞ്ഞു തുടങ്ങി. അത് നേരെ തിരിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ വീക്കിൽ മണ്ടൻ എന്നുള്ളൊരു ടാഗ് കൊടുത്ത് അവരെ ഇരുത്തിയ ഒരാളെയാണ് ഇപ്പോൾ ഒരു ഫൈനൽ ഫൈവിലോട്ട് എല്ലാവരും പറയുന്നുണ്ട്. ഒരു ചർച്ചയിൽ ഹൗസിലുള്ള ഏത് ടീമിൽ ചർച്ച ചെയ്താലും ഒരു ഫൈനൽ ഫൈവ് എന്നൊരു കാര്യം പറയുകയാണെങ്കിൽ അതിൽ ജിൻഡോ ഉണ്ട്. ആദ്യം ജിൻഡോയെ പറഞ്ഞതിന് ശേഷം ഒരു വായിക്കുള്ളവരുടെ പേര് പറയുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ലെവലിലോട്ടുള്ള ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു. പുള്ളിയുടെ സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇയാൾ ഒരു പ്ലെയർ ആണോ, എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നതൊക്കെ നമുക്ക് തോന്നുമെങ്കിലും, പക്ഷേ പുള്ളി അതിൻ്റെ അകത്ത് ഇറക്കുന്ന കാര്യങ്ങൾ, പുള്ളി ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് നമ്മൾ പോലും മറന്നു പോകുന്ന പല കാര്യങ്ങളും പുള്ളി ഓർത്തിരുന്ന് അതിൻ്റെ അകത്ത് വേണ്ട സമയത്ത് എടുത്തിടുന്നുള്ളതാണ്. അതിൽ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇന്ന് പവർ ടീം പണിഷ്മെൻറ്റ് കൊടുത്തത്. പവർ ടീം ഉറങ്ങിയതിന് ജാസ്മിനെയും ശരണ്യയും പണിഷ്മെൻറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ്. ഇപ്പോൾ നാടകീയ രംഗങ്ങൾ ഒരുപാട് പവർ റൂമിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ അവരൊരു പണിഷ്മെൻറ്റ് കൊടുത്ത ടൈമിൽ ആ പണിഷ്മെൻറ്റ് കൊടുക്കാൻ നിന്ന ടൈമിൽ ജിൻഡോ ഒന്നും പറഞ്ഞില്ല. പണിഷ്മെൻറ്റ് കൊടുത്തോട്ടെ എന്താണെന്ന് നോക്കിയിട്ട് ബോർഡിൽ എഴുതി ഓരോരുത്തരും പോയിട്ട് ഓരോ ഇൻഡിവിജ്വലായിട്ട് എല്ലാവരും ടങ് ട്വിസ്റ്റർ പറയുന്ന ഒരു പണിഷ്മെൻറ്റാണ് കൊടുത്തത്. അപ്പോൾ ജിൻഡോ അവിടെയൊക്കെ സൈലൻ്റാണ്. ആ ടൈമിലൊന്നും ജിൻഡോ പ്രതികരിക്കുന്നില്ല. അവസാനം ജാസ്മിൻ ജിൻഡോയുടെ ഈ പണിഷ്മെൻറ്റ് ചെയ്യാൻ വന്ന ടൈമിലാണ് ജിൻഡോ ഈ ഒരു കാര്യം പൊട്ടിക്കുന്നത്. ഇതിൽ പറയാം, എനിക്ക് നിൻ്റെ പണിഷ്മെൻറ്റ് എനിക്ക് കേൾക്കണ്ട, ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. അവിടെ ഒരു വിഷയം ഉണ്ടാക്കി. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും ഞെട്ടിപ്പോയി, ഇയാൾ എന്താണ് ഈ പറയണത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഹൗസിലുള്ള ഒരാൾ പോലും ഓർത്തിരിക്കാത്തത് ഒരു കാര്യം അവിടെ പുള്ളി പറയുന്നുണ്ട്. അതായത് ഈ പവർ ടീം വന്നിട്ട് ആദ്യം ഉണ്ടാക്കിയ നിയമം ഓരോ ടീമിലെ ആളുകളെ ചെയ്യുന്ന മിസ്റ്റേക്കിന് പണിഷ്മെൻറ്റ് കൊടുക്കുന്നത് അതേ ടീമിലെ ക്യാപ്റ്റനെ കൊണ്ട് തന്നെ പണിഷ്മെൻറ്റ് കൊടുപ്പിക്കും എന്നുള്ളൊരു നിയമമാണ് ഇവർ ഏറ്റവും ആദ്യം കൊണ്ടുവന്നത്. അത് ഈ നിയമം കൊണ്ടുവന്ന പവർ ടീമും മറന്നുപോയി, അത് കേട്ടിരുന്ന ബാക്കിയുള്ള കണ്ടസ്റ്റന്റുകൾ മറന്നുപോയി, ഈ പണിഷ്മെൻറ്റ് ചെയ്യാൻ വന്ന ജാസ്മിനും ശരണ്യയും മറന്നുപോയി. ആ സമയത്ത് ജിൻഡോ അത് മറന്നില്ല എന്നുള്ളതാണ്. തൻ്റെ അടുത്ത് ഈ പണിഷ്മെൻ്റ് ആയിട്ട് വരുന്നത് വരെ ജിൻഡോ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു ഈ കാര്യം സംസാരിക്കാൻ വേണ്ടി. കറക്റ്റ് പോയിൻ്റാണ്. അതിനെതിരെ തർക്കിക്കുന്ന നോറ എല്ലാവരും ഉണ്ട്. ഋഷി അടക്കം അവിടെ കിടന്ന് തർക്കിക്കുന്നുണ്ട്. ഋഷിയുടെ വിചാരം ഋഷി ഇപ്പോഴും പവർ റൂമിലാണെന്നാണ്. ഋഷി ക്യാപ്റ്റനാണെന്നുള്ളൊരു ബോധ്യം പുള്ളിക്കില്ല. പുള്ളി പവർ റൂമിലൊരു അംഗമെന്നുള്ള രീതിയിലാണ് ഋഷി അവരുടെ കാര്യത്തിൽ കയറി ഇടപെടുന്നത്. അത് ഇന്നെന്തായാലും ജയിൽ നോമിനേഷനിൽ എല്ലാവരും അടുത്ത് പറഞ്ഞുകൊണ്ട് പവർ റൂമിനെ ജയിലിലോട്ട് നോമിനേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ എല്ലാം കൂടി ഋഷിയുടെ തലക്കിട്ട് കൊടുത്തിട്ട് ഋഷിനെ കയറ്റി വിട്ടിട്ടുണ്ട്. അതെന്തായാലും നന്നായി. അപ്പോൾ ഋഷി പോലും അവിടെ കിടന്ന് തർക്കിക്കുകയാണ് ജിൻഡോയോട്. അവസാനം അൻസിബോ വന്നിട്ട് ഇവരെല്ലാവരും റസ്മിനെയും നോറയും ഋഷിനെയൊക്കെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറയുകയാണ്, ഞാൻ ഇതുപോലെ പണിഷ്മെൻറ്റ് ഇറക്കിയായിരുന്നു. അതായത് നമ്മൾ ഡയറക്റ്റ് പണിഷ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് പവർ റൂമിന് നെഗറ്റീവായിട്ട് വരും. അപ്പോൾ ക്യാപ്റ്റനെ കൊണ്ട് തന്നെ പണിഷ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ നെഗറ്റീവും കൂടി അവർക്ക് പൊക്കോളും, നമ്മൾ ന്യൂട്രലായിട്ട് നിന്നാൽ മതി എന്നുള്ള രീതിയിലാണ് ഈ ഒരു കാര്യം ഇറക്കിയത്. അതെല്ലാവരും മറന്നുപോയി. ജിൻഡോ അത് ഈ സമയത്തെടുത്തിട്ട് പൊട്ടിച്ചു എന്ന് ഒരാൾ പോലും വിചാരിച്ചില്ല. അവസാനം അൻസിബോ പറഞ്ഞു, നമ്മളിതിൽ കിടന്ന് തർക്കിക്കാന്നല്ലാണ്ട് അയാൾ പറയുന്നത് വാലിഡ് പോയിൻ്റാണ്. ഇതാണ് ജിൻഡോ അവിടെ ഒരു ഗെയിം ഇറക്കണ്ടെങ്കിൽ പുള്ളി ഒരുപാട് ചിന്തിച്ചിട്ടാണ് അതിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പുള്ളി അവിടെ കൂളായിട്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു വളരെ കൂളായിട്ട് പുള്ളി അവിടെ നടക്കുമെങ്കിലും ഗെയിം കളിക്കേണ്ട ടൈം വരുമ്പോൾ പുള്ളി കളിക്കും. അതുകൊണ്ട് തന്നെയാണ് ജിൻഡോ ഈ ടീമിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആണെന്ന് പറയുന്നത്. പക്ഷേ ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ ജിൻഡോടൊപ്പം നിന്ന് കളിക്കാൻ പറ്റിയ ഒരാൾ, സ്ട്രോങ് പ്ലെയർ അതിൻ്റെ അകത്ത് ഇല്ല എന്ന് തന്നെ പറയണം. ആ ഒരു സിറ്റുവേഷനിലാണ് ജാസ്മിൻ്റെ ഒരു കാര്യം പറയേണ്ടത്. ഈ വീക്ക് കംപ്ലീറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ജാസ്മിന് സപ്പോർട്ട് വരാനുള്ള കാരണങ്ങൾ ഒരുപാടുണ്ട്. പേഴ്സണലി എനിക്ക് ജാസ്മിൻ്റെ മുന്നുള്ള പ്ലേ ഒന്നും എനിക്ക് ഇഷ്ടമല്ല. എന്നാലും ജാസ്മിന് ഈ വീക്ക് കുറച്ച് വോട്ട് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. അതിനുള്ള കാരണങ്ങളെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം പവർ റൂം തന്നെ. പവർ റൂമിൻ്റെ മെയിൻ ടാർഗറ്റ് ജാസ്മിൻ ആയിരുന്നു. അപ്പോൾ അത് ഫസ്റ്റ് റീസൺ ആയിട്ട് അവിടെ കിടക്കുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം ഫിസിക്കൽ അസോൾട്ട് നേരിട്ടിട്ടും ഹൗസിലെല്ലാവരും ജാസ്മിനെ കുറ്റം പറഞ്ഞൊരു സിറ്റുവേഷൻ. ആ ഒരു കാര്യത്തിൽ എനിക്ക് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ജിൻഡോ ജന്മശത്രുവാണ് ജാസ്മിൻ്റെ. ആ സമയത്ത് എല്ലാവരും ജാസ്മിനെ കുറ്റപ്പെടുത്തിയ ടൈമിൽ ജാസ്മിനെ വിളിച്ചുകൊണ്ട് പോയത് ആശ്വസിപ്പിച്ച ഒരേ ഒരാളുള്ളതിൻ്റെ അത് ആ ജിൻഡോ വന്ന് പോയതിന് ശേഷമാണ് സിജോ പോലും ജാസ്മിൻ്റെ അടുത്ത് വരുന്നത്. ആദ്യം ജാസ്മിൻ ആ സിറ്റുവേഷനിൽ നിന്ന് പിടിച്ച് മാറ്റി കൊണ്ടുപോയത് ജിൻഡോ ആണ്. പുള്ളിയുടെ ഒരു നല്ല മനസ്സ് നമ്മൾ കാണണം. അത് കഴിഞ്ഞ് പവർ റൂം തിരിച്ച് പിടിച്ച് കഴിഞ്ഞിട്ട്, അതായത് ജിൻഡോക്ക് അറിയാം പവർ റൂം, ഇത്തവണത്തെ പവർ റൂം അൻസിബി ആയാലും നോറ ആയാലും റസ്മിൻ ആയാലും അഭിഷേക് ആയാലും ടാർഗറ്റ് ചെയ്തിരുന്ന ആൾക്കാരിൽ നമ്പർ 1 ജാസ്മിനാണെന്ന് ജിൻഡോക്ക് അറിയാം. ജിൻഡോ എല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്. ജിൻഡോ പവർ റൂം തിരിച്ച് തൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ആദ്യം പോയത് ജാസ്മിൻ്റെ അടുത്താണ്. ജാസ്മിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരാഴ്ച എന്ത് വേണമെങ്കിലും കാണിച്ചു, നിനക്ക് ഫുൾ സപ്പോർട്ടാണെന്ന് പറഞ്ഞു. പക്ഷേ ജാസ്മിൻ്റെ ഉള്ളിൽ ആ ഒരു ഗ്രഡ്ജ് കിടക്കുന്നതുകൊണ്ട് ജാസ്മിൻ ജിൻഡോയോട് അടുക്കാൻ സാധ്യതയില്ല. നമ്മുടെ
ഗസ്റ്റായിട്ട് വന്ന സാബുമോൻ പറഞ്ഞത് കറക്റ്റാണ്. ഇവർ രണ്ടുപേരും ഒന്നിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കും തൊടാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. പക്ഷെ ഒരിക്കലും ജാസ്മിൻ ജിൻഡോടൊപ്പം നിന്ന് കളിക്കാൻ ചാൻസ് ഇല്ല. കാരണം അത്രത്തെ അധികം ഗഡ്ജ് ജാസ്മിൻ്റെ മൈൻഡിൽ കയറി കുത്തി വെച്ചിട്ടുണ്ട്. ഈ വേഷം കുത്തി വെക്കാന്നൊക്കെ പറയില്ല, അതുപോലെ എല്ലാവരും കൂടി നല്ല രീതിയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാസ്മിൻ ജിൻഡോടൊപ്പം നിന്ന് കളിക്കില്ല. പക്ഷേ ഈ ഒരു വീക്കിൽ നടന്ന സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഇന്നത്തെ ജയിൽ നോമിനേഷൻ ആയാൽ പോലും ആ റോബോട്ടായിട്ട് ജാസ്മിൻ കളിച്ചത്, സായി വന്ന് റോബോട്ടിന് പകരം ജോക്കറായിട്ട് അവിടെ പെർഫോം ചെയ്ത സിറ്റുവേഷനിലാണ് നമ്മുടെ ജാസ്മിൻ വന്നിട്ട് ഈ റോബോട്ടായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അതിൽ ഈ ഒരു ഫിസിക്കൽ അസോൾട്ടിന് വരുന്നതിനുള്ള സിറ്റുവേഷൻ വരെ നമ്മൾ ചിന്തിക്കണം. കാരണം ഗസ്റ്റായിട്ട് വന്ന ശ്വേതയാണ് അവരെ പോയി വിളിച്ചിട്ട് എന്ന് പറഞ്ഞു. ഒരുപാട് തവണ ജാസ്മിൻ തിരിച്ചു എന്ന് പറഞ്ഞു അവർ വരുന്നില്ല. അപ്പോൾ ശ്വേതയാണ് ഫോഴ്സ് ചെയ്ത് പിന്നെ തിരിച്ച് വിട്ടത്. പോയി വിളിച്ചിട്ട് റോബോട്ടല്ലേ ഇമോഷൻ കാണിക്കരുത്, വിളിച്ചിട്ട് എന്ന് പറഞ്ഞ് വിട്ടത്. അപ്പോൾ അവിടെ പോയിട്ട് ഫിസിക്കൽ അസോൾട്ട് നേരിട്ടിട്ടും ആ ഒരു റോള്, ആ ഒരു എന്താ പറയുക, ആ റോബോട്ട് എന്നുള്ളൊരു ക്യാരക്ടർ വിടാണ്ട് നിന്ന് പെർഫോം ചെയ്തു. എന്നിട്ട് പോലും മോശം ഗെയിം അവിടെ ഇറക്കിയെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ ഫിസിക്കൽ അസോൾട്ടിലോട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞ് ജാസ്മിനെ ജയിലിലോട്ട് വിടുക, അതും ഏറ്റവും വലിയ റോങ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം മൊത്തത്തിൽ ചിന്തിക്കുമ്പോൾ പിന്നെ ജാസ്മിൻ ഈ വീക്ക് മൊത്തത്തിൽ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരാളാണ്. ജാസ്മിൻ എല്ലായിടത്തും പോയിട്ട് അത് നാച്ചുറലി ജാസ്മിൻ ആരോടും അങ്ങോട്ട് മിങ്കിളായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം ജാസ്മിൻ ഇപ്പോഴും ഗബ്രിയുടെ ആ ഒരു ഓർമ്മയ്ക്കട കളിക്കുന്നുണ്ട്. ജാസ്മിൻ ഒരു ഒറ്റപ്പെടലും ഈ ഒരു വീക്ക് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുന്ന പുറമേ നിന്ന് കാണുന്ന പ്രേക്ഷകർ എന്തായാലും കുട്ടി പാവം എന്നുള്ള രീതിയിൽ ജാസ്മിന് വോട്ട് കൊടുക്കാൻ സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം, സാധ്യതയുണ്ട്. എല്ലാവരും പഴയ കാര്യങ്ങളൊക്കെ മറക്കും. അതായത് ബിഗ് ബോസിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയാണല്ലോ, ഒരു ഒറ്റ ദിവസത്തെ കണ്ടന്റ് മതി അതുവരെ ചെയ്ത നെഗറ്റീവ് എല്ലാം പോസിറ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ജാസ്മിൻ ഇവിടെ നോക്കുമ്പോൾ ഒരാഴ്ച ഫുള്ള് കിട്ടിയിട്ടുണ്ട് ജാസ്മിന് ഒരു ഇന്നസെൻസ് കൊണ്ടുവരാനായിട്ട്. ജാസ്മിൻ നാച്ചുറലി കിട്ടിയത്, ജാസ്മിൻ അത് ക്രിയേറ്റ് ചെയ്തതല്ല, നാച്ചുറലി പവർ റൂമിൻ്റെ റോങ് ആയിട്ടുള്ള കാര്യങ്ങളും ബാക്കിയുള്ള ഇതും പിന്നെ ഗബ്രിയുടെ വിക്ഷനും എല്ലാം കൂടി ജാസ്മിന് ഈ ഒരു വീക്ക് നല്ലൊരു രീതിയിൽ വന്നു. ജയിലിലും കൊണ്ടിട്ടപ്പോൾ കൂടുതൽ സെന്റിമെന്റ്സ് വർക്കൗട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വീക്ക് വന്നിട്ട് ലാലേട്ടൻ്റെ കുറച്ച് ബൂസ്റ്റിങ്ങും കൂടി ഉണ്ടെങ്കിൽ, സാധാരണ എല്ലാ എപ്പിസോഡിലും അങ്ങനെയാണല്ലോ, ലാലേട്ടൻ വന്ന് ജാസ്മിനെയും നോറയൊക്കെ ഒന്നിച്ചിട്ട് പോകുന്നതാണല്ലോ. അപ്പോൾ അതും കൂടി ഉണ്ടെങ്കിൽ എന്തായാലും ഇത്തവണ ജാസ്മിൻ അത്യാവശ്യം വോട്ട് കയറാൻ ചാൻസ് തോന്നുന്നുണ്ട്. പക്ഷേ അത് ജാസ്മിൻ്റെ കയ്യിൽ പോലെ ഇരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ. ചില നേരത്തെ ജാസ്മിൻ്റെ വായന തന്നെ വർത്താനൊക്കെ ഒരാൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യവും. അപ്പോൾ ജാസ്മിൻ ഇപ്പോൾ കിട്ടുന്ന സപ്പോർട്ട് പിടിച്ചു പോയി കഴിഞ്ഞാൽ ജാസ്മിൻ അത് ബെറ്ററാണ്. പിന്നെ ആരും ഒന്നും പറയാനില്ല. കാരണം ഇവർക്കെതിരെ ഈ 1-2 പ്ലെയർക്കെതിരെ നിന്ന് സ്ട്രോങ് ആയിട്ട് കളിക്കാൻ പറ്റിയ ഒരാളും അതിൻ്റെ അകത്തില്ല. ഈ സായൊക്കെ അതിൻ്റെ അകത്ത് എന്താ കിടന്ന് കാണിക്കുന്നത്, മൈൻഡ് ഗെയിമറാണ്. അതാണ് ഇവരൊക്കെ ദൂരെ നിന്ന് പ്ലാനിങ് മാത്രമേ ഉള്ളൂ, ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാനുള്ള. ഇപ്പോൾ സായി ആയാലും സിജോ ആയാലും വൻ പ്ലാനിങ് ഒക്കെ നടത്തും. ആരെങ്കിലുമൊക്കെ ഒരാൾ കിട്ടിക്കഴിഞ്ഞാൽ എഴുന്നിട്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചു അത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയണതല്ലാണ്ട് ഒരു എക്സിക്യൂഷൻ ലെവലിലോട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഇവർക്കൊന്നും പറ്റുന്നില്ല. ഈ കണ്ടസ്റ്റന്റ് മറ്റേ ഗസ്റ്റുകൾ വന്ന ടൈമിൽ സായി ടാർഗറ്റ് ചെയ്യുന്നത് സാബുമോനെ ആണോ എന്ന് എനിക്ക് തോന്നി. കാരണം അവിടെ പുള്ളി ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നത് പുള്ളിയുടെ പ്ലാനിങ്ങളാണ്. അത് അയാൾ അങ്ങനെ പറഞ്ഞത് ഇതിനു വേണ്ടിയായിരിക്കും അതിനു വേണ്ടിയായിരിക്കും, നമ്മൾ അതിൽ വീഴരുത്. അവിടെ ഹൗസിലുള്ള കണ്ടസ്റ്റന്റുകൾക്കെതിരെ കളിക്കാണ്ട് സാബുമോനെതിരെ കളിക്കാൻ പോയി. ഭയങ്കര മൈൻഡ് ഗെയിമറാണ് എന്തായാലും സായി. ഇതുപോലൊരു മണ്ടൻ. അയാൾക്ക് കാറിലിരുന്ന് റിവ്യൂ പറഞ്ഞാൽ മതിയായിരുന്നു. പിന്നെ വേറെ ആരാണ്, ഒരാളുമില്ല. അപ്സരയൊക്കെ പോയി. അപ്സരയൊക്കെ നമ്മൾ ടോപ്പ് 5 നമ്മൾ ഇമാജിൻ ചെയ്ത കണ്ടസ്റ്റന്റ് ആയിരുന്നു. അപ്സരയൊക്കെ ഒന്നുമില്ല ഇപ്പം. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പരാതി പറയുന്ന കുറേ ആളുകൾ. പിന്നെ നന്ദനയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ നന്ദനെയും ഇവരെയൊക്കെ ക്യാപ്റ്റൻസിലോട്ട് നോമിനേറ്റ് ചെയ്തതിൽ വേറെ കളിയുണ്ട്. അതായത് പോകാൻ സാധ്യതയുള്ള ആളുകളെയൊക്കെ അതിൻ്റെ അകത്ത് സേഫ് ആക്കി ഇടുക. അതായത് വലിയൊരു എനിമിയായിട്ട് വരാൻ സാധ്യതയില്ലാത്ത ആളുകളെയൊക്കെ സേഫ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഗെയിമിൽ മുന്നിട്ട് നിൽക്കുന്ന ആളുകൾ പോകാൻ സാധ്യതയുണ്ട്. ഇത്തവണ ഗബ്രി പോയ പോലെ ടോപ്പ് നിൽക്കുന്ന ആളുകൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഗെയിം ഈസിയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ്, അല്ലാണ്ട് ഇവരോടുള്ള സ്നേഹം കൊണ്ടോ ഇവരുടെ ഗെയിം അടിപൊളിയായിട്ടുണ്ടോന്നല്ല ഇവരൊക്കെ ക്യാപ്റ്റൻസിലോട്ട് ഇട്ടത്. അതൊക്കെ ഇവരുടെ ഗെയിമാണ്. പക്ഷേ അത് കമ്പയർ ചെയ്യുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളതിൻ്റെ അകത്തില്ല. ശ്രീരേഖ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കിട്ടിയാൽ മാത്രമേ ശ്രീരേഖ പെർഫോം ചെയ്യുന്നുള്ളൂ. അവിടെ ഒരു മൈൻഡ് ഗെയിമോ അങ്ങനത്തെ ഒന്നും ശ്രീരേഖയുടെ ഭാഗത്തുനിന്നില്ല. എടുത്തു പറയാൻ ആരുമില്ല. ശരണ്യൊക്കെ പോയി, ഒരാളും ഇല്ല. ഋഷിയാണെങ്കിൽ ഇമോഷൻ വെച്ച് കളിക്കുന്ന ഒരാളാണ്. അയാളോട് തമാശക്ക് പോലും ഒരാൾക്ക് സംസാരിക്കാൻ പറ്റില്ല. എന്ത് പറഞ്ഞാലും അത് ഉള്ളിലോട്ട് എടുത്തിട്ട് ആ രീതിയിൽ ഗെയിമായിട്ട് കാണാത്ത ഒരാൾ, ഭയങ്കര ഇമോഷണൽ. ഇപ്പോഴും ആ ഒരു അൻസുബയുടെ അണ്ടറിൽ കിടന്ന് കളിക്കുന്ന ഒരാൾ, അതിൽ കൂടുതലൊന്നും ഋഷിയില്ല. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ജിൻഡോ ജാസ്മിൻ ഇതുപോലെ നിൽക്കുന്ന ആളുകൾക്കൊപ്പം നിന്ന് കളിക്കാൻ പറ്റിയ ആളുകളില്ല അതിൻ്റെ അകത്ത്. അതിൽ മൈൻഡ് ഗെയിം കളിക്കുന്നതിൽ ജിൻഡോ ആണ്. ജാസ്മിൻ ഇതുപോലെ സംസാരിക്കും, ഡോമിനേറ്റ് ചെയ്ത് നിൽക്കാനൊക്കെ പറ്റുമെന്നല്ലാണ്ട് മൈൻഡ് ഗെയിം കളിക്കാനുള്ള പവറൊന്നും ജാസ്മിനില്ല. മൈൻഡ് ഗെയിം കളിക്കുന്നത് അവിടെ ഒരാളുള്ളൂ. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ മൈൻഡ് ഗെയിം അത് പ്ലാൻ ചെയ്ത് അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരാളുള്ളൂ. പ്ലാനിങ് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. പ്ലാനിങ്ങുകൾക്ക് ഒരു കുറവില്ല അവിടെ. പ്ലാനിങ്ങുകൾ ഇങ്ങനെ ഡെയിലി രാവിലെ ഒന്ന് വീതം 3 നേരം എന്ന് പറയുന്ന പോലെ പ്ലാനിങ്ങൾ ഇങ്ങനെ എല്ലായിടത്തും നടക്കുന്നുണ്ട്. പക്ഷേ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുന്ന കാര്യം എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ ജിൻഡോ തന്നെ ഉള്ളൂ ഇപ്പോൾ നമ്പർ 1 ആയിട്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീക്ക് പുള്ളി പവർ റൂമിൽ കയറുന്നുണ്ട്. അപ്പോൾ പുള്ളിക്ക് ഒരു നെഗറ്റീവ് ആവാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ ശ്രീതു അർജുനാണ് പുള്ളിയുടെ കൂടെ ഉള്ളത്.
അത് ശ്രീധുവിനെ ഒരു തരത്തിലും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ്. ശ്രീധു എപ്പോൾ എങ്ങനെ ഏത് രീതിയിൽ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ല. ശ്രീധു ക്യാപ്റ്റൻ ആയപ്പോൾ നമ്മൾ കണ്ടതാണ് വളരെ മോശം ക്യാപ്റ്റൻസി ആയിരുന്നു. പക്ഷേ ഹൗസിലുള്ള ആളുകൾക്ക് ഒരു ഫേവറേറ്റിസം ഉള്ളതുകൊണ്ട് തന്നെ അത് പോസിറ്റീവാക്കി പറഞ്ഞു. പക്ഷേ ഏറ്റവും മോശം ക്യാപ്റ്റൻസി കാഴ്ചവെച്ച ഒരാളായിരുന്നു ശ്രീധു. അതുപോലെ തന്നെ ശ്രീധുവിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ആളുകളുണ്ട്. ഈ റസ്മിനൊക്കെ പറയുന്നത് കേട്ട് ഇൻഫ്ലുവൻസ് ആവുന്ന ഒരു ക്യാരക്ടറാണ് ശ്രീധു പറയുന്നത് കേട്ട് ഇൻഫ്ലുവൻസ് ആവുന്ന ഒരാളാണ് നമ്മുടെ അർജുൻ. പിന്നെ ഇവർ 3 പേര് നിൽക്കുമോ അതോ കൂടുതൽ ഒരാളെയും കൂടി സെലക്ട് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുമോ എന്നൊക്കെ ഉള്ളത് നോക്കണം. പിന്നെ ക്യാപ്റ്റനായിട്ട് വന്നിരിക്കുന്നത് നന്ദനയും ജിൻഡോയ്ക്ക് എതിരായിട്ട് ഇത് കളിക്കുന്ന ഒരാളാണ്. അപ്പോൾ ജിൻഡോക്ക് ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷനാണ് ഈ വീക്ക്. പവർ റൂമിലാണെന്നേ ഉള്ളൂ, പക്ഷേ ടൈറ്റ് കോമ്പറ്റീഷനാണ്. പക്ഷേ അത് പുള്ളി ഏത് രീതിയിൽ ഹാൻഡിൽ ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയണം. എന്തായാലും നാളെ ലാലേട്ടൻ വന്നിട്ട് ലാലേട്ടൻ്റെ സംസാരം ഏത് രീതിയിൽ പോകുന്നു എന്ന് നമുക്ക് നോക്കിയിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാതെ ബൈ.